നായകനായ അമിതിന്റെ കാമുകി മറ്റൊരു പയ്യനൊപ്പം ഒളിച്ചോടി പോകുന്നു. അതോടുകൂടി തകർന്നുപോയ അമിത് ജീവിതമേ വെറുത്തു നിൽക്കുന്ന സമയത്താണ് ശീതൾ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. ശീതളുമായിട്ട് അമിത് പ്രണയത്തിലാകുന്നു. എന്നാൽ ശീതളിന് പിന്നാലെ ഒരു അമാനുഷിക ശക്തി അവളെ ഫോളോ ചെയ്യുകയാണ്. അവൾ എവിടെ പോയാലും അവളുടെ പിന്നാലെ ചുരുണ്ട മുടിയുള്ള ഒരു പെണ്ണിന്റെ ആത്മാവ് കൂടെ കൂടുന്നു. ആരാണത്? എന്തിനാണ് ആ ഒരു ആത്മാവ് ശീതളിനെ ഫോളോ ചെയ്യുന്നത്? അവരുടെ ജീവിതത്തിൽ പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് മെയിൻ ഹാൻ എന്ന ഹൊറർ സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ തുടങ്ങുന്നത് തന്റെ കാമുകനൊപ്പം ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിച്ചുകൊണ്ടാണ്. അവൾ ഫോണിൽ സംസാരിക്കുന്നത് അവളുടെ അച്ഛനും ചേട്ടനും കാണുന്നു. കാമുകനൊപ്പമാണ് അവൾ സംസാരിക്കുന്നതെന്ന് അവർക്ക് രണ്ടാൾക്കും മനസ്സിലായി. പെൺകുട്ടിക്ക് അടുത്തേക്ക് എത്തിയ അച്ഛനും ചേട്ടനും അവളുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും അവളെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ഈ ഒരു ബന്ധം നീ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊല്ലുമെന്ന രീതിയിലാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത്. എന്നിട്ട് അവളെ അവിടെ നിന്നും വലിച്ചിഴച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടി അവിടെ നിന്ന് കൊണ്ടുപോയ സമയം തന്നെ അവിടുത്തെ ലൈറ്റുകളെല്ലാം വല്ലാതെ മിന്നുകയാണ്. ആ സീൻ അവിടെ കട്ടായി നമ്മുടെ നായകനായ അമിതിനെ കാണിക്കുന്നു. അമിത് ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പുതുതായിട്ട് അവനൊരു ഫ്ലാറ്റ് എടുത്തിരിക്കുകയാണ്. ഫ്ളാറ്റിലേക്ക് താമസം മാറിയത് കൊണ്ട് തന്നെ അമിതും അവന്റെ കൂട്ടുകാരനായ രാകേഷും ചേർന്ന് സാധനങ്ങളൊക്കെ പറക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയം അമിതിനൊരു കോള് വരികയാണ്. അമിതിനെ വിളിച്ചത് അവന്റെ കാമുകിയായ ശ്വേതയായിരുന്നു. ശ്വേതയും അമിതും സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഫോൺ വെക്കത്തേയില്ല. അതുകൊണ്ട് തന്നെ രാകേഷിന് വല്ലാതെ ബോറടിക്കുന്നു. സംസാരിച്ച് സംസാരിച്ച് സാധനങ്ങളെല്ലാം പറക്കി വെച്ചത് പോലും അമിത് അറിഞ്ഞില്ല. ഫോണിന്റെ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി പോകുന്നു. അയ്യോ, ചാർജ് തീർന്നല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് അമിത് പറയുമ്പോൾ അതെങ്ങനെ സംഭവിക്കാതിരിക്കും? എത്ര മണിക്കൂറായി രണ്ടാളും സംസാരം തുടങ്ങിയിട്ടെന്ന് രാകേഷ് മറുപടി പറയുന്നു. അമിത് ഫോൺ ചാർജിനിട്ടിട്ട് രണ്ടാളും ഫുഡ് കഴിക്കുവാനായി ഇരിക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് രാകേഷ് പോയി കഴിഞ്ഞതും വീണ്ടും അമിതാണെങ്കിലോ ഫോൺ എടുത്ത് തന്റെ കാമുകിയെ വിളിക്കുകയാണ്. ഈ രാകേഷും അമിതും മ്യൂസിക് ഡയറക്ടറാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുവാനായി പോവുക. അവർക്ക് അടുത്തിടെയായിട്ട് ഒരു പ്രോഗ്രാം നടക്കുവാനായി പോകുന്നു. അതിന്റെ തിരക്കാണ് അമിതിനും രാകേഷിനും. തന്റെ ജോലിയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അമിത് ഇപ്പോൾ ഇവിടേക്ക് താമസം മാറി എത്തിയിരിക്കുന്നതും. അമിതിന്റെ കാമുകിയായ ശ്വേത ഒരു ഡാൻസറാണ്. ശ്വേതയോട് ഫ്ലാറ്റിന്റെ കാര്യം ഒക്കെ പറയുന്നു. മാത്രവുമല്ല അമിത് ശ്വേതയോട് പറയുന്നുണ്ട്, നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? നീ ഇവിടേക്ക് വാ, നമുക്ക് ഒരുമിച്ച് ഇവിടെ താമസിക്കാം. ഈ ലിവിങ് റിലേഷൻഷിപ്പ് ഒക്കെ ഇപ്പോൾ സർവ്വസാധാരണമല്ലേ? എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല നമ്മൾ രണ്ടുപേരും ഉടനെ തന്നെ വിവാഹം കഴിക്കുവാനായി പോവുകയല്ലേ? അപ്പോൾ നമുക്ക് കുറച്ചുനാള് ലിവിങ് റിലേഷൻഷിപ്പും ആകാമെന്നും അമിത് പറയുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ശ്വേതയുടെ കോള് കട്ടായി പോകുന്നത്. അമിത് തിരിച്ചു വിളിക്കുമ്പോൾ കോള് കിട്ടുന്നതേയില്ല. വീണ്ടും അവൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. എന്നാൽ ഇത് ദിവസങ്ങൾ നീണ്ടുപോകുന്നു. എപ്പോഴൊക്കെ അമിത് ശ്വേതയെ വിളിക്കുമ്പോഴും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. ഒരാഴ്ച കഴിഞ്ഞു. ഇതുവരെയായിട്ടും ശ്വേതയുടെ ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടില്ല. ഒരാഴ്ച എന്നത് ഒരു മാസമായി. എന്നിട്ടും ശ്വേതയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നതേയില്ല. ശ്വേതയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയാതെ അമിത് വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോവുകയാണ്. അമിത് താടിയൊക്കെ വളർത്തി മദ്യപിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരുന്നു. മാത്രവുമല്ല അവൻ മ്യൂസിക് ഒന്നും കമ്പോസ് ചെയ്യുന്നതേയില്ല. അതറിഞ്ഞ രാകേഷ് അമിതിനടുത്തേക്ക് എത്തി, നിനക്ക് എന്താ പറ്റിയത്? നീ നിന്റെ ഭാവി കളയുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്വേതയെ വിളിച്ചിട്ട് കിട്ടുന്നതേയില്ല. ഒരു മാസത്തിൽ കൂടുതലായി. അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാ എനിക്ക് ആകെ ടെൻഷനെന്നും അമിത് പറയുന്നു. അമിതിന്റെ സങ്കടം കണ്ട രാകേഷ് ശ്വേതയെക്കുറിച്ച് അന്വേഷിക്കുവാനായും തീരുമാനിക്കുകയാണ്. ശ്വേതയുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയെ തന്നെ അതിനു വേണ്ടിയിട്ട് ഏർപ്പാടാക്കുന്നു. ആ പെൺകുട്ടിയെ അന്വേഷിച്ചിട്ട് വന്ന് രാകേഷിനോട് പറയുന്നത്, ശ്വേത ഗുരുദാസ്പൂരിലുള്ള ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. അവനോടൊപ്പം ഒളിച്ചോടിപ്പോയി. ശ്വേത പോയതിൽ പിന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളെയും ഗ്രാമത്തിലുള്ളവരെല്ലാവരും വല്ലാത്ത രീതിയിലാണ് കാണുന്നത്. പെൺകുട്ടികളൊക്കെ ഒളിച്ചോടി പോകുമോ എന്ന പേടിയാണ് നമ്മുടെ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ. അവളെ കാരണമാ ഞങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ സംഭവിച്ചെന്നും ആ പെൺകുട്ടി പറയുന്നു. ശ്വേതയുടെ കാമുകനായ അമിത് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ആ ഒരു പെൺകുട്ടി, പോയവർ എന്തായാലും പോയി, ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല, സ്വന്തം ജീവിതം നോക്കെന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി അവിടെ നിന്ന് പോയത്. എന്നാൽ അതേസമയം അമിതിനടുത്തേക്ക് എത്തുന്ന രാകേഷ് പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറയുന്നു. അത് കേട്ടതോടുകൂടി അമിത് ആകെ തകർന്നു പോകുന്നു. താൻ ആത്മാർത്ഥമായി പ്രണയിച്ച പെൺകുട്ടി തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു പയ്യനൊപ്പം പോയി. അങ്ങനെയാണെങ്കിൽ അവൾ സുഖമായിട്ട് ജീവിക്കുകയല്ലേ? പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ നടക്കുന്നതെന്ന് ചിന്തിച്ച് അവന്റെ താടിയൊക്കെ വടിച്ച് അവന്റെ ജോലിയൊന്നും അവൻ നോക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ദേ പഴയതുപോലെ ജോലിയിലേക്കും തിരിച്ചു വന്നിരിക്കുന്നു. അവൻ അവളെ പൂർണ്ണമായിട്ടും മറന്ന് പുതിയൊരു ജീവിതം ജീവിക്കുവാനായും തുടങ്ങി. തന്നെ ചതിച്ച കാമുകിക്ക് വേണ്ടിയിട്ട് ജീവിതം കളയരുതെന്നാണ് അവൻ കരുതുന്നതും.
അങ്ങനെ അമിതാണെങ്കിലോ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടിയായിട്ടുള്ള ശീതളിനെ അവൻ കാണുന്നു. ശീതളിനെ ആദ്യ കാഴ്ചയിൽ തന്നെ അമിതിന് ഇഷ്ടമാവുകയാണ്. അമിത് അവളുടെ റിക്വസ്റ്റും അക്സെപ്റ്റ് ചെയ്യുന്നു. രണ്ടാളും പരസ്പരം ചാറ്റ് ചെയ്യുകയും പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചാറ്റിംഗ് ഇങ്ങനെ നീണ്ടുപോകെ അവസാനം അത് ഫോൺ വിളിയിലേക്ക് എത്തുന്നു. രണ്ടുപേരും പതിയെ പതിയെ പ്രണയിക്കുവാനായും ആരംഭിക്കുകയാണ്. ഈ ഒരു വിവരം അമിതിന്റെ കൂട്ടുകാരനായ രാകേഷും അറിഞ്ഞിട്ടുണ്ട്. ആ സീൻ അവിടെ കട്ടായി ശ്വേതയുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ശ്വേതയെ കാണാനില്ല എന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നതും. മറ്റൊരു വശത്ത് സ്റ്റുഡിയോയിലിരിക്കുന്ന അമിതിനെയും രാകേഷിനെയും കാണിക്കുന്നു. അവർ രണ്ടുപേരും മ്യൂസിക് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ശീതൾ കോള് ചെയ്യുകയാണ്. അമിത് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വെക്കുന്നുണ്ട്. എന്താ നിനക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമിത് അതിന് അതേ എന്നാണ് മറുപടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നാ എനിക്ക് അവളെ പരിചയപ്പെടുത്തുന്നെന്ന് രാകേഷ് ചോദിക്കുമ്പോൾ അതിന് അവളും കൂടെ തയ്യാറാകട്ടെ എന്നായിരുന്നു അമിതിന്റെ മറുപടി. അമിതും രാകേഷും ഒരേ ഫ്ളാറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഫ്ളാറ്റിലേക്ക് എത്തിയ അമിത് ശീതളിനെ കോള് ചെയ്യുന്നു. ഞാൻ നാളെ ഫ്ളാറ്റിലേക്ക് ഒന്ന് വന്നോട്ടെ എന്ന് ശീതൾ ചോദിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി അമിത് അതിന് സമ്മതിക്കും. ഉടനെ തന്നെ രാകേഷിനടുത്തെത്തുന്ന അമിത് നാളെ നിന്റെ ചേട്ടത്തി ഇവിടെ വരികയാണെന്ന് സന്തോഷത്തോടു കൂടി പറയുന്നു. അതേ സമയം തന്നെയായിരുന്നു ആ ഒരു ഫ്ളാറ്റിലെ ലൈറ്റുകളൊക്കെ മിന്നിമറയുന്നത്. അടുത്ത ദിവസം തന്നെ ശീതൾ ഫ്ളാറ്റിലേക്ക് എത്തുകയാണ്. അമിതിനും രാകേഷിനും ഒരുപാട് സന്തോഷമാകും. അടുത്ത ദിവസം ശീതൾ ഫ്ളാറ്റിലേക്ക് എത്തുന്നു. അമിത് സന്തോഷത്തോടു കൂടി ശീതളിനെ അകത്തേക്ക് സ്വീകരിക്കുകയും രാകേഷിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. രാകേഷ് ശീതളിന് കുടിക്കുവാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് കോഫിയും ഉണ്ടാക്കി കൊടുക്കും. ഉച്ചയായതുകൊണ്ട് തന്നെ കഴിക്കുവാനായിട്ട് നമുക്ക് പുറത്തു പോകാമെന്ന് അമിത് പറയുമ്പോൾ ഇവിടെ കഴിക്കുവാനായിട്ട് വേറൊന്നുമില്ലേ? അല്ല എന്തെങ്കിലും ഉണ്ടാക്കുവാനായിട്ടുണ്ടോ? ഞാൻ ഉണ്ടാക്കി തരാമെന്ന് ശീതൾ പറയുന്നു. ഇവിടെ മാഗി മാത്രമേ ഉള്ളൂ എന്ന് അമിത് പറയുമ്പോൾ അല്ല കുറച്ച് റൈസും ഉണ്ടെന്ന് രാകേഷ് മറുപടി പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വെജ് പുലാവ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ശീതൾ അടുക്കളയിലേക്ക് പോകുന്നു. അമിത് കുളിക്കുവാനായിട്ടും പോകും. രാകേഷ് ആണെങ്കിലോ ഫ്ളാറ്റിൽ തന്നെയുള്ള അവരുടെ സ്റ്റുഡിയോയിലേക്കും പോകുന്നു. ശീതൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം അമിതിന്റെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്നും കോൾ വരുന്നു. ഉടനെ തന്നെ ശീതൾ ഫോൺ എടുത്ത് ബാത്റൂമിനടുത്തേക്ക് പോകും. അൺനോൺ നമ്പറിൽ നിന്നും കോൾ വരികയാണെന്ന് ശീതൾ പറയുമ്പോൾ കോൾ നീ അറ്റൻഡ് ചെയ്യുവാനായിട്ടും അമിത് ആവശ്യപ്പെടുന്നു. ശീതൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴോ ഒരു അമാനുഷിക ശക്തിയുടെ ശബ്ദമാണ് ശീതൾ കേൾക്കുന്നത്. ശീതൾ പേടിച്ച് കോൾ കട്ട് ചെയ്യുന്നു. എന്നാൽ വീണ്ടും ഫോൺ റിങ് ചെയ്യുകയാണ്. അതും അതേ അൺനോൺ നമ്പറിൽ നിന്നും. വീണ്ടും ശീതൾ കോൾ അറ്റൻഡ് ചെയ്യും. അതേ അമാനുഷിക ശക്തിയുടെ ശബ്ദം തന്നെയാണ് കേൾക്കുന്നത്. മാത്രമല്ല അവിടെയൊക്കെയുള്ള ലൈറ്റൊക്കെ മിന്നി മറയുകയാണ്. ബാത്റൂമിൽ നിൽക്കുന്ന അമിതും അത് ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റുഡിയോയിൽ ഇരിക്കുകയായിരുന്ന രാകേഷും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ശീതൾ പേടിച്ച് ആ ഫോൺ തറയിലേക്ക് എടുത്തെറിയുന്നു. അപ്പോഴാണ് ആ ലൈറ്റൊക്കെ ഒന്ന് ഓണായത്. വീണ്ടും കോള് വരികയാണ്. ശീതൾ വല്ലാതെ പേടിക്കുന്നു. ആ ഒരു സംഭവത്തോടു കൂടി ശീതൾ ആകെ തകർന്നു പോവുകയാണ്. അന്നേ ദിവസം രാത്രി തന്നെ ഡൽഹിയിലെ തന്റെ ഹോസ്റ്റലിലേക്ക് പോകുവാനായി ഇറങ്ങുകയായിരുന്നു ശീതൾ. ശീതളിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് വിടുന്നത് അമിതായിരുന്നു. നീ ഇന്ന് നടന്ന സംഭവം ഓർത്താണോ വല്ലാതെ ടെൻഷനായിരിക്കുന്നത്? അതൊക്കെ നിന്റെ വെറും തോന്നലാണ്. ദേ നീയല്ലേ പറഞ്ഞത് എന്റെ ഫോൺ നീ എറിഞ്ഞു പൊട്ടിച്ചു എന്ന്. ദേ നോക്ക് ഫോണിനൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അമിത് തന്റെ ഫോൺ എടുത്ത് കാണിക്കുന്നു. ശീതൾ എറിഞ്ഞു പൊട്ടിച്ച ഫോൺ ദേ നന്നായിട്ടിരിക്കുന്നു. അത് കണ്ടതും ശീതളിന് വല്ലാതെ ടെൻഷനായി. അറിയാത്ത സ്ഥലത്തേക്കല്ലേ പോകുന്നത്, നീ എന്തായാലും അവിടെ എത്തിയിട്ടൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ശീതളിനെ ബസ്സിൽ കയറ്റുന്നത്. ശീതൾ ബസ്സിൽ കയറിയിരിക്കുന്ന സമയത്ത് അവൾക്കടുത്തേക്ക് ആരോ വന്നിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. നോക്കുമ്പോഴോ ആരും തന്നെ ഇല്ലായിരുന്നു. മാത്രമല്ല അവളുടെ തോളിലേക്ക് ആരോ ചായുന്നത് പോലെയും അവൾക്ക് തോന്നുകയാണ്. ആ ആളിന്റെ പ്രസൻസ് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശീതൾ ഡൽഹിയിലേക്ക് എത്തുന്നു. ഡൽഹിയിലെത്തിയ ഉടനെ തന്നെ അമിതിനെ കോള് ചെയ്യുകയാണ്. അമിതിന് അപ്പോഴാണ് സമാധാനമായതും. അങ്ങനെ ശീതളാണെങ്കിലോ തന്റെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഹോസ്റ്റലിലെത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞാണ് അവൾ കോള് കട്ട് ചെയ്യുന്നതും. ഹോസ്റ്റലിലെത്തി അവിടേക്ക് നടന്നു പോകുന്ന സമയത്ത് ശീതളിന് മുന്നിലൂടെ 3 കുട്ടികൾ നടന്നു വരികയാണ്. ദേ ചേച്ചിയുടെ പിന്നാലെ വേറൊരാൾ ഫോളോ ചെയ്തു വരുന്നുവെന്ന് ആ കുട്ടികൾ പറയും. അത് കേട്ട് ശീതൾ തിരിഞ്ഞു നോക്കുമ്പോഴോ അവിടെ ഒരു ചുരുണ്ട മുടിയുള്ള ഒരു പെണ്ണ് നിൽക്കുകയാണ്. പക്ഷേ അത് നമുക്ക് മാത്രമേ കാണാൻ കഴിയൂ, ശീതളിന് കാണാൻ കഴിയത്തില്ല. ശീതൾ ഉടനെ തന്നെ കുട്ടികളെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു 3 കുട്ടികളുമില്ല. പകരം ജോക്കറിന്റെ മേക്കപ്പ് ചെയ്ത ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ അയാളും അപ്രത്യക്ഷമാകുന്നു. അത് കണ്ട് ശീതൾ വല്ലാതെ പേടിക്കുകയാണ്. ശീതൾ നേരെ ഹോസ്റ്റലിലേക്കും എത്തുന്നു. ഹോസ്റ്റലിലെ വാർഡൻ പറയുന്നത് ഇത് ഒരുപാട് നിലകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ താഴേക്ക് വന്ന് തന്നെ പറയണം. എനിക്കിവിടെ ഒന്നും കയറി വരാനായിട്ട് പറ്റില്ല. പിന്നെ മറ്റുള്ള ദുശീലങ്ങളൊന്നും പാടില്ല. ബോയ് ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വരാനും പാടില്ല. കൃത്യസമയത്ത് റൂമിലേക്ക് കയറിയിരിക്കണം എന്നുള്ള കാര്യമൊക്കെ വാർഡൻ പറയുന്നു. അങ്ങനെ ശീതളാണെങ്കിലോ തന്റെ റൂമിലേക്കും എത്തുകയാണ്. റൂമിലെത്തി അവൾ മുഖമൊക്കെ കഴുകി നിൽക്കുന്ന സമയത്താണ് അവൾക്കൊരു കോള് വരുന്നത്. വിളിച്ചത് ശീതളിന്റെ അച്ഛനായിരുന്നു. ഒന്നും കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ശീതൾ പുറത്തേക്ക് ഇറങ്ങും.
എന്നാൽ അവൾ മുഖം കഴുകിയിട്ട് ടാപ്പ് നന്നായിട്ട് അടച്ചതാണ്. പക്ഷേ വീണ്ടും ആ ഒരു ടാപ്പ് ആരോ തുറക്കുന്നു. വെള്ളം നിറഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അച്ഛനോട് സംസാരിച്ച് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞതും ദേ താഴെ ഒരു ജോക്കറിന്റെ മേക്കപ്പ് ചെയ്ത ആളില്ലേ, അയാൾ നിൽക്കുകയാണ്. അയാളാണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന ക്യാനിൽ നിന്നും ചായ എടുത്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ചായ നിറഞ്ഞു കവിഞ്ഞ് താഴേക്ക് പോകുമ്പോഴും അയാളാണെങ്കിൽ ശീതളിനെ തന്നെ നോക്കുന്നു. ശീതളാണെങ്കിൽ വല്ലാതെ പേടിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഒന്നുകൂടി നോക്കുമ്പോഴോ അയാളെ അവിടെ കാണുന്നില്ല. പേടിച്ച് ശീതൾ തന്റെ റൂമിലേക്ക് കയറും. അന്നേ ദിവസം അവൾ ഉറങ്ങുവാനായി കിടക്കുന്ന സമയത്ത് എന്തോ അമാനുഷിക ശക്തിയുടെ ശബ്ദമൊക്കെ അവൾ കേൾക്കുന്നു. അവൾ വല്ലാതെ പേടിക്കുകയാണ്. ആരോ തന്നെ ഫോളോ ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഉടനെ തന്നെ ശീതൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അമിതിനെ കോൾ ചെയ്യുന്നു. അന്ന് നിങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നും തിരികെ വന്നതിന് ശേഷമാണ് എന്നെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. ആരോ എൻ്റെ കൂടെയുണ്ട്. എനിക്ക് വല്ലാതെ പേടിയാകുന്നു എന്നൊക്കെ ശീതളാണെങ്കിൽ അമിതിനോട് പറയും. അതെല്ലാം നിന്റെ തോന്നലാ, നീ വെറുതെ ഇമാജിൻ ചെയ്യുന്നതാ, അല്ലാതെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അമിത് ശീതളിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശീതൾ കോൾ കട്ട് ചെയ്തിട്ട് തന്റെ റൂമിലേക്ക് പോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു ആ ഒരു സ്റ്റെപ്പിൽ ചുരുണ്ട മുടിയുള്ള ആ പെൺകുട്ടി അവിടെ ഇരിക്കുന്നു. പക്ഷേ അത് ശീതളിന് കാണാൻ കഴിയുന്നില്ല. ശീതളാണെങ്കിൽ അതൊന്നും അറിയാതെ തന്റെ റൂമിലേക്ക് പോകും. ശീതൾ ഒരു കോഴ്സിന് ചേർന്നിരിക്കുകയാണ്. അടുത്ത ദിവസം ശീതൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനായും എത്തുന്നു. ശീതൾ പുതിയൊരു കോഴ്സിന് ചേർന്നിരിക്കുകയാണ്. ശീതൾ ക്ലാസ്സിലിരിക്കുന്ന സമയം തന്നെ പിന്നിൽ ആരോ ഇരുന്ന് അവളെ നോക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. ശീതൾ തിരിഞ്ഞു നോക്കുമ്പോഴോ അവിടെ ആരും തന്നെയില്ല. ഒരു ചെയർ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്താ ശീതൾ, ക്ലാസ്സിൽ ശ്രദ്ധിക്കെന്നും ടീച്ചർ പറയുന്നു. വീണ്ടും ശീതൾ ക്ലാസ് എടുക്കുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അവളെ വീണ്ടും ആരോ ശ്രദ്ധിക്കുന്നത് പോലെ അവൾക്ക് തോന്നും. പക്ഷേ അവൾ തിരിഞ്ഞു നോക്കില്ല. എന്നാൽ അവളുടെ പിന്നിലായിട്ട് അതേ ചുരുണ്ട മുടിയുള്ള പെൺകുട്ടി തന്നെ ഇരിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് അമിതിനെയാണ് കാണിക്കുന്നത്. അമിതിന്റെ വർക്കിന്റെ ഡിസ്കഷനൊക്കെ നടക്കുമ്പോഴും അമിത് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അമിത് മറ്റെന്തോ ലോകത്താണെന്നുള്ള കാര്യം രാകേഷിന് മനസ്സിലായി. അല്ല, നീ എന്താ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത്, എന്താ പ്രശ്നമെന്ന് രാകേഷ് ചോദിക്കുമ്പോൾ ശീതളിന്റെ പ്രശ്നമെല്ലാം അമിത് രാകേഷിനോട് പറയുന്നു. അത് കേട്ട് രാകേഷ് വല്ല അമാനുഷിക ശക്തികൾ വല്ലതും അവളുടെ പിന്നാലെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ്, അങ്ങനെയൊന്നുമില്ല, ഈ ലോകത്തെ അമാനുഷിക ശക്തികളൊന്നുമില്ല, അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണെന്നായിരുന്നു അമിതിന്റെ മറുപടി. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഈ ആളുകളൊക്കെ അമാനുഷിക ശക്തികളെ പറ്റിയുള്ള ബുക്കൊക്കെ എഴുതിയിരിക്കുന്നതോ അതും വെറുതെ കള്ളമാണോ എന്നായിരുന്നു രാകേഷിന്റെ മറുപടി. മറ്റൊരു വശത്ത് ശീതളിനെയാണ് കാണിക്കുന്നത്. പതിവ് പോലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തന്റെ ഹോസ്റ്റലിലേക്ക് എത്തി ഫുഡ് ഉണ്ടാക്കുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ശീതൾ. അതേസമയം ആരോ ഡോറിൽ മുട്ടുന്നു. ശീതൾ കതക് തുറന്നു നോക്കുന്ന സമയത്തോ ആരും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ അവൾ കതക് ലോക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ അതേ ചുരുണ്ട മുടിയുള്ള പെൺകുട്ടി നിൽക്കുന്നു. പക്ഷേ ശീതളിനെ കാണാൻ കഴിയുന്നില്ല. ശീതൾ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് പഠിക്കുവാനായി ഇരിക്കുന്ന സമയം എന്തൊക്കെയോ അമാനുഷിക ശക്തിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നു. മാത്രവുമല്ല ആ ഒരു ഹോസ്റ്റലിൽ മുഴുവൻ ലൈറ്റൊക്കെ മിന്നി മറയുകയാണ്. അത് കണ്ട് ശീതളിന് വല്ലാതെ പേടിയാകുന്നു. പെട്ടെന്ന് തന്നെ ശീതളിന്റെ മുന്നിലുള്ള ഭിത്തിയിൽ ഒരു പെണ്ണിന്റെ നിഴൽ അറിയുവാനായും കഴിയുകയാണ്. അത് കണ്ടതും ശീതൾ വല്ലാതെ പേടിക്കുന്നു. എന്നാൽ അതേസമയം ശീതൾ ഇരിക്കുന്ന കട്ടിലിന് മുകളിലൂടെ ആ ഒരു ചുരുണ്ട മുടിയുള്ള പെണ്ണിന്റെ ആത്മാവില്ലേ, അത് നടന്നു വരികയാണ്. പക്ഷേ ഇപ്പോൾ ശീതളിന് ആ ഒരു രൂപത്തെ കാണുവാനായും കഴിയുന്നു. ശീതൾ അത് കണ്ട് വല്ലാതെ അലറി വിളിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു പെണ്ണിന്റെ രൂപം ശീതളിന്റെ ദേഹത്തേക്ക് പ്രവേശിക്കുന്നു. അതോടുകൂടി ശീതൾ ഭരതനാട്യം കളിക്കുവാനായും ആരംഭിക്കുകയാണ്. എന്നാൽ ഭിത്തിയിലെ നിഴലിൽ കാണുമ്പോൾ രണ്ടുപേർ കളിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ അല്ലാതെ കാണിക്കുമ്പോഴോ ശീതൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണ്. ശീതൾ പിന്നീട് എവിടെയൊക്കെ പോയാലും ശീതളിന്റെ കൂടെ തന്നെ ആ ഒരു ചുരുണ്ട മുടിയുള്ള പെണ്ണിന്റെ ആത്മാവും കൂടെ പോകുന്നുണ്ട്. മറ്റൊരു വശത്ത് അമിതിനെയാണ് കാണിക്കുന്നത്. അമിത് ജോലിയിലൊന്നും ശ്രദ്ധിക്കാതെ ശീതളിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മനസ്സിലാക്കിയ രാകേഷ് എന്താ പ്രശ്നം, നീ എന്തിനാ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ശീതളിനെ കുറിച്ച് ആലോചിച്ചാണ് ടെൻഷൻ. അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അവൾ പറയുന്നതൊക്കെ കേട്ടിട്ട് അവൾക്ക് എന്തോ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നു. ഞാൻ അവളെക്കുറിച്ചൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുകയായിരുന്നു അമിത്. അതൊന്നും വേണ്ട, ഡൽഹിയിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവളോട് പറയാം ശീതളിനെ പോയി ഒന്ന് നോക്കുവാനായിട്ടെന്ന് രാകേഷ് പറയുന്നു. എന്നിട്ട് രാകേഷ് ഡൽഹിയിലുള്ള തന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ശീതളിന്റെ കാര്യം അവതരിപ്പിക്കും. ശീതളിനൊന്ന് പോയി തിരക്കിയിട്ട് വരുവാനായിട്ടും തന്റെ കൂട്ടുകാരിയോട് പറയുകയാണ്. അതനുസരിച്ച് ശീതളിനെ കാണുവാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് എത്തിയിരിക്കുകയാണ് രാകേഷിന്റെ കൂട്ടുകാരിയെ ഹീര. ഹീര ശീതളിനടുത്ത് എന്താണ് നിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യം എന്നെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നിയിരുന്നു. അത് അമിതിന്റെ ഫ്ലാറ്റിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നീട് ഇത് കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. എന്തോ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമൊക്കെ എന്നെ പിന്തുടരുന്നത് പോലെ എനിക്ക് തോന്നി. ശബ്ദങ്ങളും കേൾക്കുമായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം
ആ ചുരുണ്ട മുടിയുള്ള പെണ്ണിനെ ഞാൻ കണ്ടു. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടായി. ദേ ഇപ്പോഴും അവൾ എന്നോടൊപ്പമുണ്ട്. എപ്പോഴും അവൾ എന്നോടൊപ്പമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നല്ല കൂട്ടാ. ആദ്യം എനിക്കിത് പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അവളെ സ്നേഹിക്കുവാനായി തുടങ്ങിയെന്നായിരുന്നു ശീതളിന്റെ മറുപടി. ആരുടെ കാര്യമാ നീ ഈ പറയുന്നത്? ഏത് ചുരുണ്ട മുടിയുള്ള പെണ്ണിന്റെ കാര്യമാണെന്നൊക്കെ ഹീര ചോദിക്കുമ്പോൾ, ദേ എന്റെ കൂട്ടുകാരിയുടെ കാര്യമാണെന്നും അവൾ മറുപടി പറയുന്നു. അതെല്ലാം കേട്ട ഹീര, നിന്റെ കൂട്ടുകാരി എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ദേ എന്റെ അടുത്ത് തന്നെയുണ്ട്, ദേ നീ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ തോളിൽ കൈയിടുന്നു. പക്ഷേ അടുത്ത് ഒഴിഞ്ഞ കസേര മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹീരയ്ക്ക് ആരെയും തന്നെ കാണാൻ കഴിഞ്ഞില്ല. ശീതളിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി ഹീര അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. ഹീര തിരികെ കാർ ഓടിച്ചു വരുന്ന സമയം രാകേഷിനെ കോൾ ചെയ്യുന്നു. നീ പറഞ്ഞത് ശരി തന്നെ, ശീതളിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാനായിട്ട് തുടങ്ങുന്ന സമയം തന്നെയായിരുന്നു ഹീരയുടെ കാർ ആക്സിഡന്റ് ആകുന്നത്. പക്ഷേ ഇത് ആക്സിഡന്റ് ആക്കിയതല്ല, ആ ഒരു അമാനുഷിക ശക്തി ആക്സിഡന്റ് ആക്കിയതാണ്. ഹീരയുടെ കാറിനടുത്തേക്ക് എത്തിയ അമാനുഷിക ശക്തി കാറിൽ വെച്ച് തന്നെ ഹീരയുടെ കഥ കഴിക്കുകയാണ്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വെറും ഒരു ആക്സിഡന്റ് മാത്രമാണ്. പക്ഷേ എന്നാൽ അതങ്ങനെയല്ലല്ലോ. ഹീരയുടെ മരണവിവരം അമിതും രാകേഷും അറിയുകയാണ്. അതോടുകൂടി അവരാകെ തകർന്നു പോകുന്നു. അവരെ സഹായിക്കുവാനായി വന്ന ഹീരയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഓർത്താണ് രണ്ടാളും വിഷമിക്കുന്നത്. അതേസമയമായിരുന്നു അമിത് സോഷ്യൽ മീഡിയയിൽ വന്നൊരു പോസ്റ്റ് രാകേഷിന് കാണിച്ചു കൊടുക്കുന്നത്. അമിതിന്റെ പഴയ കാമുകിയായ ശ്വേതയുടെ ഡാൻസ് ടീച്ചർ ഇട്ടിരിക്കുന്ന പോസ്റ്റാണത്. ശ്വേത മരണപ്പെട്ടു എന്നതാണ് സാർ പോസ്റ്റ് ചെയ്തിരുന്നത്. ഉടനെ തന്നെ സാറിനെ പോയി കാണാമെന്നും അമിത് തീരുമാനിക്കുന്നു. എന്തെന്നാൽ അമിതിന് നല്ല സംശയം, ശ്വേത മരണപ്പെട്ടു പോയി കാണുമോ? അതിനുശേഷമാണ് ശീതളിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നത്, ഹീര മരണപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന സംശയം അമിതിനുണ്ടാകും. അമിത് രാകേഷിനെയും കൂട്ടി നേരെ എത്തുന്നത് ശ്വേതയെ ഭരതനാട്യം പഠിപ്പിച്ചിരുന്ന സാറിന്റെ അടുത്തേക്കാണ്. ശ്വേതയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് സാറ് പറയുന്നത് ഇങ്ങനെയാ, ആ സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു ശ്വേത. ശ്വേതയുടെ പാഷനായിരുന്നു ഭരതനാട്യം. ഭരതനാട്യത്തിൽ അറിയപ്പെടുന്ന ഒരാളായി മാറണമെന്നായിരുന്നു ശ്വേതയുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് അവൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ശ്വേത ക്ലാസ്സിൽ വന്നില്ല. ശ്വേതയെ വിളിച്ചു നോക്കിയപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും കോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്വേതയുടെ നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോഴോ അവൾ ഒരു പയ്യനൊപ്പം ഒളിച്ചോടി പോയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശ്വേത അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അവൾക്ക് ഡാൻസ് എന്ന് വെച്ചാൽ അവളുടെ ജീവനാണ്. അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും അത് ചെയ്യില്ല. എന്നാൽ ഒരു ദിവസം അവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേജിൽ ആരോ ചിലങ്ക കെട്ടി ഡാൻസ് കളിക്കുന്നതിന്റെ ശബ്ദം കേൾക്കുന്നു. പക്ഷേ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ശ്വേത ഡാൻസ് കളിക്കുമ്പോൾ എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ തന്നെയായിരുന്നു ദേ ആ ശബ്ദവും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അതിൽ നിന്നും ശ്വേതയാണോ അതെന്നുള്ള സംശയം സാറിനുണ്ടാകുന്നു. ശ്വേതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ, അവളുടെ ആത്മാവായിരിക്കുമോ വന്നത് എന്ന തോന്നൽ കാരണമാണ് താൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്നും സാറ് പറയുന്നു. മാത്രവുമല്ല സാർ ഒരു കാര്യം കൂടി പറയുകയാണ്, ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാക്കാതെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. മറ്റൊരാളുടെ ശരീരം അന്വേഷിച്ചാണ് നടക്കുന്നത്. ആ ഒരു ശരീരത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം തന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാമെന്നായിരിക്കും ആ ആത്മാവ് കരുതുക. ആത്മാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യവും സാറ് പറയുന്നു. അത് കേട്ടതോടുകൂടി അമിതിന് എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. കാരണം ശീതളിനെ ഏതോ അമാനുഷിക ശക്തി ഫോളോ ചെയ്യുന്നു എന്നുള്ള കാര്യം ശീതൾ പറഞ്ഞിരുന്നല്ലോ. അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇനി അത് ശ്വേതയായിരിക്കുമോ എന്ന സംശയം അമിതിനുണ്ടാകുന്നു. അമിതും രാകേഷും സാറും കൂടെ പ്ലാൻ ചെയ്ത് ശീതളിനെ വിളിച്ചു വരുത്തുവാനായിട്ടും തീരുമാനിക്കുകയാണ്. അതേസമയം ശീതളാണെങ്കിൽ തന്റെ ഹോസ്റ്റൽ റൂമിൽ ഇരിക്കുന്ന സമയം ശീതളിന് രാകേഷിൽ നിന്നും കോൾ വരുന്നു. അമിതിന് ആക്സിഡന്റ് സംഭവിച്ചു, എത്രയും വേഗം നീ ഇവിടേക്ക് വരണമെന്നായിരുന്നു രാകേഷ് പറഞ്ഞത്. അത് കേട്ടതും ശീതൾ ആകെ ടെൻഷനാകുന്നു. അതേസമയം ശീതളിനടുത്തേക്ക് ആ ഒരു ആത്മാവ് വരികയാണ്. എന്നിട്ട് അവളുടെ തോളിൽ കൈവയ്ക്കുന്നുണ്ട്. ആ ആത്മാവും സങ്കടപ്പെടുന്നുണ്ട്. ഉടനെ തന്നെ അമിതിന്റെ അടുത്തേക്ക് എത്തുകയാണ് ശീതൾ. ഓടി വന്ന് അമിതിനെ കെട്ടിപ്പിടിച്ച ശീതൾ, നിനക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് താങ്ങാൻ കഴിയില്ല. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാലും നിനക്ക് വേണ്ടിയിട്ട് എന്റെ ആത്മാവെങ്കിലും തിരിച്ചു വരുമെന്നാണ് ശീതൾ പറയുന്നത്. അതൊന്നും കേട്ടിട്ട് അമിതിന് വേറൊന്നും തോന്നില്ല. കാരണം ശീതൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയായിരുന്നു അപ്പോഴുള്ള പെരുമാറ്റവും. ഇവർക്കിതൊന്നും അറിയാമെന്നുള്ള കാര്യം പുറമേ കാണിക്കുന്നതേയില്ല. ശീതൾ തന്റെ റൂമിൽ നിൽക്കുന്ന സമയം ശീതളിനടുത്തേക്ക് അമിത് വരുന്നു. ശീതളിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് ഭരതനാട്യം കളിക്കുമെന്ന് ശീതൾ പറയുമ്പോൾ, ആണോ നീ അതൊക്കെ പഠിച്ചോ എന്ന് അമിത് ചോദിക്കുന്നു. അല്ല, മുൻപേ ഞാനത് പഠിക്കുമായിരുന്നല്ലോ എന്നായിരുന്നു ശീതളിന്റെ മറുപടി. അത് കേട്ടതോടുകൂടി അമിത് ഞെട്ടിപ്പോവുകയാണ്. മുൻപേ ഭരതനാട്യം കളിക്കുന്നതാരാ, ശ്വേതയല്ലേ? അമിത് വല്ലാതെ ഷോക്കായി നിൽക്കുകയാണ്. ഉടനെ തന്നെ ശീതൾ അമിതിനടുത്തേക്ക് തിരിഞ്ഞിട്ട്,
ഞാൻ ശ്വേതയാണെന്ന് പറയുന്നു. അത് കേട്ടതോടുകൂടി അമിത് ആകെ ഷോക്കായി പോവുകയാണ്. ഞാൻ ഗുരുദാസ്പൂരിലുള്ള ഒരു പയ്യനൊപ്പം ഒളിച്ചോടി പോയെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നീ വിശ്വസിച്ചോ? യഥാർത്ഥത്തിൽ എനിക്ക് എന്താണ് സംഭവിച്ചെന്ന് നിനക്ക് അറിയണ്ടേ എന്ന് ശ്വേത ചോദിക്കുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി തന്റെ കാമുകനൊപ്പം ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ അച്ഛനും സഹോദരനും വന്ന് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയില്ലേ? സത്യത്തിൽ അത് ശ്വേതയായിരുന്നു. ശ്വേത അമിതിനൊപ്പം ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് അവളുടെ അച്ഛനും ചേട്ടനും കണ്ടുകൊണ്ടുവന്ന് അവളുടെ ഫോണും പിടിച്ചു വാങ്ങി അവളെ അവിടെ നിന്ന് കൊണ്ടുപോയത്. ശ്വേതയുടെ അച്ഛനും ചേട്ടനും കുടുംബത്തിന്റെ അഭിമാനം നോക്കുന്ന ആളുകളാണ്. തന്റെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി പ്രണയിച്ചു എന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാകുമെന്ന് കരുതിയാണ് ശ്വേതയെ വലിച്ചിഴച്ച് അവിടെ നിന്ന് കൊണ്ടുപോയത് മാത്രമല്ല ചെയ്തത്, ശ്വേതയുടെ കഥ കഴിക്കുകയും ചെയ്തു. എന്നിട്ട് നാട്ടുകാരും അറിയാതെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവളെ കത്തിച്ചു കളയുകയാണ് ചെയ്തത്. തന്റെ ശരീരം കത്തിക്കരിയുന്നത് ആത്മാവായി മാറിയ ശ്വേത മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ലൈറ്റൊക്കെ വല്ലാതെ മിന്നുകയും ചെയ്തത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യം അമിതിനോട് ശ്വേത പറയുന്നു. അല്ല, ഞാൻ ഒരാളോടൊപ്പം ഒളിച്ചോടി പോയി എന്ന് നീ വിശ്വസിച്ച് നീ എന്റെ സ്ഥാനത്തേക്ക് മറ്റൊരു പെണ്ണിനെ കൊണ്ടുവന്നുവല്ലേ? നിനക്കതിന് എങ്ങനെ കഴിഞ്ഞു? ഞാൻ അങ്ങനെ പോകുമെന്ന് നീ അങ്ങ് വിശ്വസിച്ചുവല്ലേ? എന്നാലും എന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ നീ കൊണ്ടുവന്നില്ലേ? ആര് നിന്റെ ജീവിതത്തിലേക്ക് വന്നാലും അവർക്കൊപ്പം ഞാനും തന്നെ ഉണ്ടാകും. നിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരാളെ കടന്നു വരുവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അഥവാ വന്നു കഴിഞ്ഞാൽ അവർക്കൊപ്പം ഞാനും കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം ശ്വേത പറയുന്നു. അങ്ങനെയാണ് ശ്വേത ശീതളിനൊപ്പം ചേർന്നിരിക്കുന്നത്. മാത്രവുമല്ല, അമിതിനെയും രാകേഷിനെയും വല്ലാതെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാകേഷിനോട് ഇനി അവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് പോകുവാനായിട്ടും അമിത് പറയുമ്പോഴും രാകേഷിനെ ശ്വേത വല്ലാതെ പേടിപ്പിക്കുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ച അമിത് ഫ്ലാറ്റ് പൂട്ടി ചാവി കൊണ്ടുവന്ന് അതിന്റെ ഓണറിനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ അപ്പോഴും അമിതിന് പിന്നാലെ ശ്വേതയുടെ ആത്മാവുമുണ്ട്. അമിത് എവിടെ പോയാലും അവനെ ഫോളോ ചെയ്ത് താനും കാണും. അവന്റെ ജീവിതത്തിലേക്ക് ആര് വന്നാലും അവരോടൊപ്പം താനും കാണുമെന്ന് ശ്വേത പ്രതിജ്ഞ ചെയ്യുന്നത് പോലെയാണ് അമിതിനൊപ്പം ആത്മാവും കൂടെ കൂടുന്നത്. അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.